ലോകത്തെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ച ഫുട്ബോൾ മത്സരം ഏതായിരിക്കും? ഉത്തരങ്ങൾ പലതുണ്ടാവും. ലയണൽ മെസ്സിയും പടയാളികളും ഖത്തർ ലോകകപ്പ് ഫൈനൽ നേടിയ വിജയമായിരിക്കാം ചിലപ്പോഴത്. മാർട്ടിൻ ടെയ്ലറിന്റെ അഗ്വേറോ എന്ന നിലയ്ക്കാത്ത കമന്ററിക്ക് വഴിവെച്ച മത്സരവും ആ പട്ടികയിൽ ഇടം പിടിച്ചേക്കാം. 99-ൽ അലക്സ് ഫെർഗൂസന്റെ റെഡ് ഡെവിൾസ് ബയൺ മ്യൂണിക്കിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയതും 2006-ലെ സിദാന്റെ നഷ്ടവും ഗെയിം ഓഫ് ദ സെഞ്ചുറി എന്ന വിശേഷണം കൈവരിച്ച 1970-ലെ ലോകകപ്പ് സെമിഫൈനലുമെല്ലാം ആ ഉത്തരങ്ങളിലുണ്ടാവും. എന്നാൽ കുറച്ചധികം പേർ തിരഞ്ഞെടുത്ത ഉത്തരം ഇവയൊന്നും ആവണമെന്നില്ല. ഈ മത്സരങ്ങൾക്കെല്ലാം മേലെ ഒരത്ഭുതത്തെ ചിലപ്പോൾ ലോകം ഏറ്റവും മികച്ച ഫുട്ബോൾ മത്സരമായി കുടിയിരുത്തിയേക്കും. അതെ, പിൽക്കാലത്ത് മിറാക്കിൾ ഓഫ് ഇസ്താംബൂൾ എന്ന് ആരാധകർ ഓമന പേരിട്ട് വിളിച്ച 2005 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ലിവർപൂളിന്റെ കിരീടധാരണത്തെ. കംബാക്കുകളുടെ കംബാക്ക് എന്നറിയപ്പെടുന്ന ഫൈനലിൽ ലിവർപൂളിനെതിരെ AC മിലാന്റെ വിജയമായിരുന്നു ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിച്ചിരുന്നത്. ഫൈനൽ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ലിവർപൂളിന്റെ ക്യാപ്റ്റൻ സ്റ്റീവൻ ജെറാർഡ് ഇരു ടീമുകളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. എല്ലാ പൊസിഷനിലും ലോകത്തിലെ ഒന്നാം നമ്പർ താരങ്ങളുടെ ടീം എന്നായിരുന്നു മിലാനെ കുറിച്ചുള്ള ജെറാർഡിന്റെ വാക്കുകൾ. അതേസമയം ലിവർപൂളിനെ അവരുടെ ക്യാപ്റ്റൻ തന്നെ വിലയിരുത്തിയത് അണ്ടർ ഡോഗുകളായും. ആധികാരിക പ്രകടനം പുറത്തെടുത്തൊന്നുമല്ല ലിവർപൂൾ ഫൈനൽ വരെയെത്തിയത്. ക്വാർട്ടർ ഫൈനലിൽ യുവന്റസിനെ മറികടക്കാമെന്ന പ്രതീക്ഷ പോലും ടീമിനുണ്ടായിരുന്നില്ല. സെമിയിലെ എതിരാളികളാവട്ടെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ഹോസെ മൗറീനോയുടെ ചെൽസിയും. ആ വർഷം 5ാം സ്ഥാനത്തായിരുന്നു ലീഗിൽ ലിവർപൂൾ. ഒന്നാമതുണ്ടായിരുന്ന ചെൽസിയേക്കാൾ 37 പോയിന്റ് കുറവ്. എന്നിട്ടും ഇരു പാദങ്ങളിലുമായി ഒരു ഗോളിന്റെ വ്യത്യാസത്തിൽ ലിവർപൂൾ ഇസ്താംബൂളിലേക്ക് ടിക്കറ്റ് എടുത്തു. സെമിയുടെ ആദ്യ പാദം ഗോൾ രഹിത സമനിലയായപ്പോൾ രണ്ടാം പാദത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് പൂൾ വിജയിച്ചു. റാഫ ബെനിറ്റസ് എന്ന പരിശീലകന്റെ ലിവർപൂളിനോടൊപ്പമുള്ള ആദ്യ സീസൺ കൂടിയായിരുന്നു അത്. ഇസ്താംബൂളിലെ അറ്റാർടെക് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ റാഫ ബെനിറ്റസിന്റെ തന്ത്രങ്ങളുമായി ജെറാർഡിന്റെ നേതൃത്വത്തിൽ ലിവർപൂളും കാർലോ ആഞ്ചലോട്ട് കീഴിൽ കളിപിടിച്ച് പൗലോ മാൽദീനിയുടെ നേതൃത്വത്തിൽ AC മിലാനും ഫൈനലിൽ ലൈനപ്പ് ചെയ്തു. 4-3-1-2 ശൈലിയിലായിരുന്നു മിലാന്റെ ലൈനപ്പ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കക്ക, ക്രെസ്പോയും ഷെവ്ചെങ്കോയും മുന്നേറ്റത്തിലണിനിരന്നു. മിഡ്ഫീൽഡിൽ പിർലോ, സീഡോഫ്, ഗട്ടൂസോ എന്നിവർ, കഫു, സ്റ്റാം, നെസ്റ്റ, മാൽദീനി എന്നിവർ ചേർന്നതായിരുന്നു പ്രതിരോധ നിര. വലകാത്തതാകട്ടെ ദിദയും. ഈ പേരുകൾ തന്നെ മതിയായിരുന്നു ലിവർപൂളിന് തോൽവി ഉറപ്പിക്കാൻ. കടലാസിലെ കണക്കുകൾ എഴുതിയതുപോലെ തന്നെ മിലാൻ വലകുലുക്കി കളി തുടങ്ങി. ആദ്യ മിനിറ്റിൽ ആദ്യ ഗോൾ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പിർലോ എടുത്ത ഫ്രീ കിക്ക് ക്യാപ്റ്റൻ മാൽദീനിയുടെ സപ്ലൈ വോളിയിലൂടെ ഡുടക്കാത്ത ഊളിന്റെ വലയിലേക്ക്. കക്കയായിരുന്നു ആ ഫൈനലിലെ മിലാന്റെ കുന്തമുന. വറ്റാത്തുറവ് പോലെ കക്ക കളിയൊഴുക്കിനെ നിയന്ത്രിച്ചു. ആ ഒഴുക്കിൽ നിന്ന് മിലാൻ 2 ഗോളുകൾ കൂടെ കണ്ടെത്തി. 2 ഗോളുകളും സ്കോർ ചെയ്തത് അർജന്റീനക്കാരൻ ക്രെസ്പോ ആയിരുന്നു. ആദ്യ പകുതി അവസാനിക്കാൻ 1 മിനിറ്റ് ശേഷിക്കെ മിലാന്റെ 3ാം ഗോളും നേടി ക്രെസ്പോ ആഘോഷം ആരംഭിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ ഇറ്റലിക്കാരുടെ ഗോളുകളുടെ എണ്ണം എത്ര വരെ പോകുമെന്ന് മാത്രമായിരുന്നു കണ്ടു നിൽക്കുന്നവരുടെ ചിന്ത. എന്നാൽ തോറ്റുകൊടുക്കാൻ ജെറാർഡിനും ടീമിനും മനസ്സുണ്ടായിരുന്നില്ല. ഒപ്പം അവരുടെ ആരാധകർക്കും. മത്സരത്തിന്റെ 2ാം പകുതി ആരംഭിച്ചു. ആദ്യ പകുതി അവസാനിച്ചപ്പോൾ തോറ്റുപോയവരുടെ ശരീരഭാഷയിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയ ലിവർപൂളിനെ ആയിരുന്നില്ല പിന്നെ ഇസ്താംബൂൾ കണ്ടത്. ഗാലറിയിൽ നിന്ന് അലയടിച്ച യു വിൽ നെവർ വാക്ക് അലോൺ എന്ന ചാനലിന്റെ ഊർജ്ജത്തിൽ അവർ ചരിത്രത്തിലേക്ക് പന്ത് തട്ടി. മിഡ്ഫീൽഡിൽ ക്യാപ്റ്റൻ ജെറാർഡ് തന്നെ അതിന് നേതൃത്വം നൽകി. ആദ്യ പകുതിയിലെ 4-4-1-1 എന്ന ഫോർമേഷനിൽ നിന്ന് 2ാം പകുതിയിലെ 3-4-2-1 എന്ന ഫോർമേഷനിലേക്ക് ലിവർപൂൾ ചൂടുമാറി. കക്കയെ പൂട്ടുക എന്നതായിരുന്നു ബെനിറ്റസിന്റെ ആദ്യ തന്ത്രം. ചാബി അലൻസോയും 2ാം പകുതിയിൽ കളത്തിലെത്തിയ ഹമ്മാനും ചേർന്ന് ആ ചുമതല ഭംഗിയായി നിർവഹിച്ചു. ഇരുവരും കുറച്ച് ഇറങ്ങിക്കളിക്കുകയും സ്മൈസറും റൈസും വിങ്ങുകളിലേക്ക് മാറുകയും ചെയ്തു. ഒടുവിൽ ബെനിറ്റസിന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു തുടങ്ങി. മിലാൻ തുടങ്ങിയതുപോലെ ലിവർപൂളും ക്യാപ്റ്റനിലൂടെ സ്കോർ ബോർഡിൽ അക്കൗണ്ട് എടുത്തു. റൈസിന്റെ അതിമനോഹരമായ ക്രോസ്. ഉയർന്നു ചാടിയ ജെറാർഡിന് തെറ്റിയില്ല. നടക്കാനിരിക്കുന്ന അത്ഭുതരാവിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. 2 മിനിറ്റിനകം അടുത്ത ഗോളുമെത്തി. ബോക്സിന് പുറത്തു നിന്ന് വന്ന സ്മൈസറിന്റെ ഷോട്ട് മിലാൻ കീപ്പറെ സാക്ഷിയാക്കി ഗോൾ പോസ്റ്റിനുള്ളിൽ വിശ്രമിച്ചു. ലിവർപൂൾ വിട്ടുകൊടുത്തില്ല. മിലാൻ ഗോൾ മുഖത്തേക്ക് റെഡ്സ് വീണ്ടും കുതിച്ചു. ഒടുവിൽ അതും സംഭവിച്ചു. ജെറാർഡിനെ വീഴ്ത്തിയതിന് ലിവർപൂളിന് അനുകൂലമായ പെനാൽറ്റി. ചാബി അലൻസോ കിക്കെടുത്തു. മിലാൻ കീപ്പർ ദിദ പെനാൽറ്റി നടഞ്ഞെങ്കിലും ഓടിയെത്തിയ ചാബി പന്ത് വലയിലെത്തിച്ചു. ഗാലറിയിലും ഗ്രൗണ്ടിലും ആവേശം അണപൊട്ടി. ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലിരുന്ന് കളി കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരിലേക്കും ഈ ആവേശമെത്തി. കളി കണ്ട പലരും ആ നിമിഷം മുതൽ ലിവർപൂളിന്റെ ആരാധകരാവുകയായിരുന്നു. 6 മിനിറ്റുകൾക്കിടെയായിരുന്നു ലിവർപൂളിന്റെ 3 ഗോളും. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മിലാൻ താരങ്ങൾ അപകടം മണത്തിരുന്നു. എന്നാൽ റെഡ്സിനെ തടഞ്ഞു നിർത്താനായില്ല എന്നതായിരുന്നു സത്യം. കളിയുടെ എക്സ്ട്രാ ടൈമിലും മിലാൻ ആഞ്ഞു ശ്രമിച്ചു. പക്ഷേ പോളിഷ് കീപ്പർ ഡുഡക്കും
ലിവർപൂളും കളി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അധിക സമയത്ത് ഷെവ്ചെങ്കോയുടെ സെക്കൻഡുകൾക്കുള്ളിൽ പിറന്ന 2 ശ്രമങ്ങൾ ഡുഡക് തട്ടിയകറ്റി. മത്സരം പെനാൽറ്റിയിലേക്ക്. മിലാനു വേണ്ടി ആദ്യ കിക്കെടുക്കാനെത്തിയ ബ്രസീലുകാരൻ സർജിനോയ്ക്ക് പിഴച്ചു. എവിടെ നിന്നോ ആർജിച്ചെടുത്ത ധൈര്യവുമായി വലക്ക് മുന്നിൽ നിന്ന ഡുഡക്കിന്റെ മുകളിലൂടെ ക്രോസ് ബാറിന്റെ മുകളിലൂടെ പന്ത് പുറത്തേക്ക് പറന്നു. ഡുഡക് ബാറിന് കീഴിലെ തന്റെ നൃത്തം തുടർന്നു. രണ്ടാമതെത്തിയ പിർലോയുടെ കിക്ക് പോളിഷുകാരൻ തടഞ്ഞിട്ടു. അവസാന കിക്കെടുക്കാനെത്തിയ ആൻഡ്രെ ഷെവ്ചെങ്കോയും ഡുഡക്കിന് മുന്നിൽ പരാജയപ്പെട്ടതോടെ ചാമ്പ്യൻസ് ലീഗ് കിരീടം തുർക്കിയിലെ ബോസ്പോറസ് നദിയിൽ നിന്ന് മിലാൻ തിരകളെയും മറികടന്ന് ആൻഫീൽഡിൽ നങ്കൂരമിട്ടു. ക്ലബ് ഫുട്ബോളിൽ പ്രൗഢിയോടെ വിരാജിച്ചിരുന്ന ടീമായിരുന്നു അന്നത്തെ AC മിലാൻ. ആ മിലാനെ തകർത്ത് തരിപ്പണമാക്കിയാണ് ബെനിറ്റസും കുട്ടികളും കിരീടം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരു മഹാകാവ്യത്തിന്റെ മനോഹാരിതയായിരുന്നു ആ വിജയത്തിന്. പക്ഷേ സ്പോർട്സിൽ ചരിത്രം എപ്പോഴും ഒരാൾക്കൊപ്പം ആവണമെന്നില്ലല്ലോ. 2 വർഷത്തിന് ശേഷം 2007 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇരു ടീമുകളും വീണ്ടും കൊമ്പുകോർത്തു. അന്ന് അടങ്ങാത്ത പ്രതികാരദാഹത്തോടെ ഇറങ്ങിയ റൊസനേരികൾ കപ്പുയർത്തി. ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം പൗലോ മാൽദീനിയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ മറ്റൊരു മഹാകാവ്യം അന്ന് ഗ്രീക്ക് മണ്ണിൽ പിറവിയെടുക്കുകയായിരുന്നു. ഈ കഥ സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ പറയാം.